ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡാലിയ പൂവിൻ്റെ ഇതിന് മുമ്പിൽ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോയും കണ്ടിട്ടുണ്ടല്ലേ? അത് ഷോർട്സിലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാലിയ പൂവിൻ്റെ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിലെല്ലാവരും കടല കഴിക്കാത്തവർ, നിലക്കടല കഴിക്കാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ? നിലക്കടല ആയാലും ഇനി മണിക്കടല ആയാലും. അപ്പോൾ നിലക്കടല നമ്മൾ ഒരു വൈകുന്നേരങ്ങളിലൊക്കെ ജസ്റ്റ് പുറത്തിറങ്ങുമ്പം ഇപ്പോൾ ടൗണിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും ടൗണിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നൊക്കെ നിലക്കടല ഇങ്ങനെ വറുത്തിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് വറുത്തിട്ട് നമുക്ക് കഴിക്കാൻ കിട്ടാറുണ്ടല്ലേ? അപ്പോൾ ഇതേപോലെ സൺഫ്ലവറിൻ്റെ വിത്ത് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ബഹ്റൈനിൽ യഥേഷ്ടം കിട്ടുന്നതാണ് കേട്ടോ ഇതിൻ്റെ വിത്ത്. പക്ഷേ ഇത് ചെറിയ സൺഫ്ലവർ ആയതുകൊണ്ട് ഇതിന്ന് കിട്ടാൻ വളരെ പ്രയാസമാണ്. വലിയ സൺഫ്ലവറിൻ്റെ അകത്തുള്ള വിത്ത് നമുക്ക് കടല നമ്മൾ ഉപ്പിലിട്ട് വറുത്ത് കഴിക്കില്ലേ, അതുപോലെ തന്നെ വലിയ സൺഫ്ലവറിൻ്റെ വിത്ത് നമുക്ക് ഇവിടെ ബഹ്റൈനിൽ യഥേഷ്ടം കിട്ടും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ, എടുക്കുകയെന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ചെറിയ പൂവായതുകൊണ്ട് നമുക്കതൊന്ന് കാണിച്ചു തരാൻ പറ്റില്ല. ഇത് കണ്ടില്ലേ, ഈ ഇതളൊക്കെ കൊഴിഞ്ഞിട്ടുള്ള വിത്ത് മാത്രമുള്ളൊരു ചെറിയ ഇതിൻ്റെ മേലെ കാണുന്നില്ലേ, അതുപോലെ വലിയ ഡാലിയയുടെ ഇതളൊക്കെ കൊഴിഞ്ഞിട്ട് അതിൻ്റെ അകംഭാഗം മാത്രം ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനെ എടുത്തിട്ട് നന്നായി ഉണക്കിയിട്ട് നമ്മൾ അതൊന്ന് വേർതിരിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ സാധാ കടല ഉപ്പിട്ട് വറുക്കും പോലെ, അതായത് ഉപ്പിട്ടിട്ട് നമ്മൾ വറുത്തെടുക്കില്ല കഴിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഈ സൺഫ്ലവറിൻ്റെ വിത്തും ഉപ്പിട്ടിട്ട് നമ്മൾ വറുത്തെടുത്തിട്ട് അത് പാക്കറ്റുകളിലാക്കിയിട്ട് വിൽക്കും കേട്ടോ. ഇതാണ് അതിൻ്റെ കറക്റ്റ്. ഇത് ചെറുതായതുകൊണ്ട് കാണാൻ ഇത്രയേ ഉള്ളൂ. പക്ഷേ വലിയ ഡാലിയയുടേതായാൽ നമുക്ക് അതിൻ്റെ അകത്ത് വിത്ത് നമുക്ക് കൈ കൊണ്ട് തൊട്ടാൽ മനസ്സിലാവും. ഇത് കുഞ്ഞു ഡാലിയ ആയതുകൊണ്ട് ഇതിൽ നിന്നൊന്നും മനസ്സിലാവണില്ല നമുക്ക്. കാണുമ്പോൾ ശരിക്കൊരു പ്ലാസ്റ്റിക് പൂവനെ പോലെ തന്നെ ഉണ്ടല്ലേ, പക്ഷേ ഒറിജിനൽ പൂവാണ്. പക്ഷേ ഇത് കുഞ്ഞതെന്നേ ഉള്ളൂ. അപ്പോൾ ഡാലിയയുടെ ഈ വിത്ത് കഴിച്ചവർ പുറം രാജ്യങ്ങളിലാണെങ്കിൽ എല്ലാവരും അധികം കഴിക്കാറുണ്ട്. ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ വിത്ത് പാക്കറ്റുകളിലാക്കിയിട്ട് നമുക്ക് കടയിൽ നിന്ന് കിട്ടും. നല്ല ടേസ്റ്റാണ്. സമയം പോകാൻ വേണ്ടിയിട്ട് പാർക്കിലൊക്കെ പോകുമ്പോൾ നമ്മൾ വാങ്ങിച്ച് കൊണ്ടുപോകാറുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ച് ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. ശരിക്കും നമ്മൾ കടല ഇങ്ങനെ കഴിക്കണം, അതിൻ്റെ സെയിം ടേസ്റ്റാണ്. ഉപ്പൊക്കെ ഇട്ടിട്ട് സമയം പോകണമെന്നറിയില്ല. അതിൻ്റെ വിത്ത്, അതായത് അതിൻ്റെ വിത്തിൻ്റെ അകത്തുള്ള ദശയാണ് കഴിക്കേണ്ടത്. ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് എവിടെയെങ്കിലും നമ്മളൊരു അത്യാവശ്യം ഗാർഡനിലോ അല്ലെങ്കിൽ പാർക്കിലോ അല്ലെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും, അല്ലെങ്കിൽ ബീച്ചിലോ അങ്ങനെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇച്ചിരി വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ടൈം അങ്ങ് പോയി കിട്ടുന്നത് അറിയില്ല. അതുപോലെ നമുക്ക് തോന്നും കുറച്ചൊക്കെ ഒരു 10 പീസൊക്കെ കഴിച്ചിട്ടാകുമ്പോൾ, 10 വിത്തൊക്കെ കഴിച്ചിട്ടാകുമ്പോൾ നമുക്ക് തോന്നും ഇതും കഴിഞ്ഞിട്ട് നിർത്താമെന്ന്. പക്ഷേ നമുക്ക് നിർത്താൻ തോന്നില്ല, കാരണം ടേസ്റ്റുമാണ് അതിൻ്റെ, നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ വാങ്ങിയിട്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. നാട്ടിൽ വന്നപ്പം കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ കിട്ടിയിരുന്നില്ല. ഇവിടെ നിനക്ക് ഞാൻ അധികം വാങ്ങി കഴിക്കാറുണ്ട്. ഞാനും ഫ്രണ്ട്സും എല്ലാം വാങ്ങി കഴിക്കാറുണ്ട്. നമ്മൾ എപ്പോഴും പാർക്കിലോ ബീച്ചിലോ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളെ കയ്യിൽ എന്ത് പറഞ്ഞാലും 2 കവറെങ്കിലും വാങ്ങിയിട്ട് കയ്യിൽ വെക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.